വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയുമായിട്ട് സാമ്പത്തികമായിട്ട് കളിച്ച് തേഞ്ഞൊട്ടിയ ട്രംപ് റഷ്യയുമായിട്ട് കളിക്കാൻ പോവുകയാണ്. റഷ്യയുമായിട്ട് അമേരിക്ക ഇതുവരെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധം കൺഫേം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപിന്റെ ഒരു വാക്ക് റഷ്യയെ വല്ലാതെ ചൊടിപ്പിച്ചു. അത് ഇന്ത്യക്കെതിരെയും കൃത്യമായിട്ട് ട്രംപ് പ്രയോഗിച്ചു. ഡെഡ് എക്കണോമി, ചത്ത എക്കണോമിയാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും. അതുകൊണ്ട് ആരും അതിനകത്ത് പോയി നിക്ഷേപിക്കരുത് എന്നാണ് ട്രംപ് പറഞ്ഞത്. അത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ട്രംപിന്റെ ഒരു നിലപാടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ അതിനെ വളരെ കൂളായിട്ടാണ് കാരണം നമ്മൾ അറിയാലോ, നമ്മൾ അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയൊന്നും ചെയ്തില്ല. നമ്മൾ മറുപടി കൊടുക്കും, പക്ഷെ അത് നമ്മുടെ പ്രവർത്തികളിലൂടെ ആയിരിക്കും. അത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും പറഞ്ഞില്ല. മാധ്യമങ്ങൾക്ക് അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അടിയിൽ കൂടെ F-35 തരാൻ പോകുന്നുണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, അത് നമ്മൾ റദ്ദാക്കിയ കരാർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലോട്ട് നമ്മൾ പോയി. അതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. വലിയ ബഹളവും കാര്യങ്ങളൊന്നുമില്ല, നിർത്തി. F-35 ഇനി വേണ്ട. ആകപ്പാടെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു F-35 നമുക്ക് വിൽക്കുക എന്നുള്ളത്. ഇനിയിപ്പോ അത് വേണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ പോയി. പിന്നെ ഈ അപ്പാഷെ ഹെലികോപ്റ്റർ നമുക്ക് തന്നിരുന്നല്ലോ, അത് ആദ്യം തന്നതാണ്. ഇല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കിയതിനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ റഷ്യ അങ്ങനെ നിന്നില്ല. റഷ്യക്ക് ഇത് വലിയ ഒരു നാണക്കേടായി പോയി. ഇതൊരു ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞത്. റഷ്യയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ദിമിത്രി മെദ്വദേവ് അദ്ദേഹം അമേരിക്കയെ നോക്കി വലിയ രീതിയിൽ ആക്രോശിച്ചു. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് അവർ ഡെഡ് ഹാൻഡ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഡെഡ് ഹാൻഡ് മറന്നിട്ടില്ലല്ലോ, മറക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഡെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഈ റഷ്യയിലുള്ള ഒരു ആണവ പദ്ധതിയാണ്, ആണവ ആയുധങ്ങളുടെ പദ്ധതിയാണ്. അതായത് റഷ്യയെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പ്രസിഡന്റ് വേണ്ട, പ്രധാനമന്ത്രി വേണ്ട, സൈന്യം വേണ്ട, ഒന്നും വേണ്ട, ആരുമില്ലെങ്കിലും ഇത് തനിയെ ആക്ടിവേറ്റ് ആയി ഇത് പല ലക്ഷ്യങ്ങളിൽ ഈ ആണവായുധങ്ങൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോയി വീഴും. എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ തന്നെ 3-4 സൈറ്റുകളുണ്ട് കറക്റ്റ് ആയിട്ട് ഇത് പോയി വീഴാനുള്ള. ആർക്കും അതിനെ തടുക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. വൺസ് ഇറ്റ്സ് ആക്ടിവേറ്റഡ്. ഇത് റഷ്യ പറയുന്നതാണ്. റഷ്യയെ ചുറ്റിപ്പിടിച്ച് പല ആൾക്കാരും ഇതിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന്. ഇപ്പോഴത്തെ മെദ്വദേവും പറയുന്നു ഞങ്ങളുടെ ഡെഡ് ഹാൻഡ് മറക്കരുതെന്ന്. അതായത് നാളെ ഇപ്പോൾ റഷ്യയിലെ പ്രധാനമന്ത്രിയെ കൊന്നാലും പ്രസിഡന്റിനെ കൊന്നാലും സൈനികരെ മുഴുവൻ നശിപ്പിച്ചാലും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ആയി പറക്കേണ്ട സ്ഥലത്ത് പോയി ഈ ആണവ ഇത് പോയി വീണോളും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ട്രംപിന് ഇത് കേട്ടപ്പോൾ ട്രംപിന് വലിയ ദേഷ്യമായി. ട്രംപ് പറഞ്ഞത് ഇതൊരു ആണവ യുദ്ധത്തിനുള്ള നേർക്കുനേതൊരു വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പറയുകയാണ് ഞങ്ങളുടെ 2 അന്തർവാഹിനികൾ, ആണവ അന്തർവാഹിനികൾ ഇപ്പോൾ റഷ്യയിലേക്ക് എത്തുമെന്ന് പറഞ്ഞ് റഷ്യയിലോട്ട് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. സീരിയസ്ലി ട്രംപ് വിട്ടു റഷ്യയിലോട്ട് 2. ഇപ്പൊ ഇറാന്റെ സൈഡിൽ കൊണ്ട് മറ്റേ ഇത് ബോംബർ കൊണ്ട് ഇടും പോലെയല്ല റഷ്യയുടെ കടലിന്റെ അടുത്തും റഷ്യയുടെ തീരത്തും ഈ ആണവ അന്തർവാഹിനി കൊണ്ടിടുന്നത്. അത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും. അങ്ങനെ റഷ്യയിലോട്ട് 2 ആണവ അന്തർവാഹിനി റഷ്യയെ ചുറ്റി വളയാനായിട്ട് ട്രംപ് ഇപ്പൊ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അന്തർവാഹിനികൾ വരട്ടെ, ഞങ്ങൾ അമേരിക്കയെക്കാൾ ശക്തരാണെന്ന് നോക്കി ട്രംപിനെതിരെ റഷ്യ പറഞ്ഞിരിക്കുകയാണ്. ഇത് എവിടെ പോയി അവസാനിക്കും? ഇയൊക്കെ തലയ്ക്ക് പ്രാന്താണ്. ഇതെന്താ വെച്ചാലേ ഇപ്പം ഈ പുട്ടിൻ, ഞാൻ ചിരിച്ചു പോയ പ്രാന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഈ പുട്ടിന് ആദ്യം ഒരു 50 ദിവസമാണ് ട്രംപ് കൊടുത്തിരുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ. അതിപ്പോ 12 ദിവസമാണ്. അപ്പൊ 12 ദിവസം തീരാൻ പോവുകയാണ്. അപ്പോൾ 12 ദിവസങ്ങളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് ഇപ്പൊ താരിഫ് കടിച്ചതിന്റെ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു പോയി പണി നോക്കി ഞങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആയുധം, ഈ ദിമിത്രവേദ് എന്ന് പറയുന്ന അവരുടെ മുൻ റഷ്യൻ പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വാല്യൂ ഉണ്ട് അദ്ദേഹത്തിന് വാക്കുകളിൽ. അപ്പോ 2 അന്തർവാഹിനികൾ വിട്ടതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് നേരത്തെ മുതൽ അവിടെ കിടക്കുന്ന അന്തർവാഹിനികളാണ് അമേരിക്ക. കാരണം ഈ അമേരിക്കയ്ക്കും റഷ്യക്കും ചേർന്ന് ചില ഇടങ്ങളിൽ, അതായത് റഷ്യയുടെ ചില ഇടങ്ങളിൽ ആണവ നിലയങ്ങളും ഇതൊക്കെ ഉള്ളതാണ്, അവർക്ക് നേരത്തെ തന്നെ ഉള്ളതാണ്. അത് അവർ നേരത്തെ കിടന്ന അന്തർവാഹിനികളാണ്. കാരണം ഇവരുടെ ഓരോ നീക്കവും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പുതിയതായിട്ടൊന്നും അവിടെ വന്നത് കണ്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവ അന്തർവാഹിനി 64 ഉണ്ട്. ഇവരുടേതില് 15 ഉള്ളൂ പ്രവർത്തനക്ഷമം US-ന്റെ, മറ്റവർക്ക് 64 ഉണ്ട്. ലോകത്തെല്ലായിടത്തും ഞങ്ങളുടെ ആണവ അന്തർവാഹിനികളുണ്ട്. അമേരിക്ക അത് ഓർത്താൽ നല്ലത്. പിന്നെ ഇറാനും ഇസ്രായേലും അല്ല ഞങ്ങൾ, അതും കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരെ വരട്ടെന്നൊക്കെ ഇവിടെ വന്ന് വരട്ടാന്ന് വിചാരിക്കരുത് എന്നാണ്. ഇത് കേട്ടപാട് തന്നെ നമ്മുടെ മാർക്ക് റുട്ടെ, അതായത് നാറ്റോയുടെ മേധാവി, ചാടിയിറങ്ങി. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടരുത്. അങ്ങനെ അല്ലായിരുന്നു പുള്ളിയുടെ ഡയലോഗ് കഴിഞ്ഞ കുറെ ദിവസം വരെ. ഇന്ത്യ ഞങ്ങൾ തകർക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞ ആളിപ്പോ പറയുന്നത് അമേരിക്കയും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുകയേ ചെയ്യരുത് എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കറിയാം ലോകത്ത് വളരെ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്ന ചില ഭരണാധികാരികളുണ്ട്. അതിലൊന്ന് ശ്രീ നരേന്ദ്രമോദിയാണ്, പിന്നെ ഒന്ന് പുടിനാണ്, ഷീ ജിങ് പിങ് ആണ്. കാരണം ഇവരൊന്നും വലിയ ഈ രാഷ്ട്രീയപരമായിട്ട് അവരവരുടെ റാലികളിലൊക്കെ സംസാരിക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒഫീഷ്യലായിട്ട് അധികം സംസാരിക്കും പണി കൊടുത്തതിന് ശേഷം മാത്രം. കാരണം നമ്മൾ കണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം
ട്രംപ് ആയിരുന്നെങ്കിൽ ഒരു ദിവസം 10 പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയാണ്. ഞങ്ങൾ അടിക്കും, ഞങ്ങൾ കൊല്ലും, തിന്നുന്നു. മോദി ഒന്നും മിണ്ടിയില്ല. ആ ഓപ്പറേഷൻ ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനത്തിന് പോയി. എല്ലാത്തിനും വളരെ കൂളായിരുന്നു അദ്ദേഹം. പാകിസ്ഥാനിൽ പോലും അവർ നിരന്തര ചർച്ചയിലായിരുന്നു. ഇവിടെ വളരെ കൂളായിട്ടിരുന്നു. ഇതേ കഴിഞ്ഞു, ഇതേ അടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സൈന്യം വന്ന് പറഞ്ഞു, ഇതേ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് എന്ന് രാജ്യത്തോട് പറയുമ്പോഴാണല്ലേ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞു നടന്നില്ല, ഞാൻ അടിക്കാൻ പോകുന്നു, പിടിക്കാൻ പോകുന്നു, ഒന്നും മിണ്ടിയില്ല. എന്നാൽ അദ്ദേഹം അനവധി റാലികളിൽ പങ്കെടുത്തു, വമ്പൻ റാലികൾ. വേണമെങ്കിൽ അദ്ദേഹത്തിന് BJP ബീഹാറിൽ നടത്തിയ വലിയ റാലിയായിരുന്നു NDAയുടെ. ആ റാലിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞങ്ങളിപ്പോ കൊല്ലു. ഒന്നും മിണ്ടിയില്ല അദ്ദേഹം, ഒന്നും ചെയ്തില്ല, അടിക്കുക. ഇത് തന്നെയാണ് എല്ലാ കാലത്തും നരേന്ദ്രമോദിയുടെയും പുട്ടിന്റെയും രീതി. പുട്ടിന് ഇതുവരെ ഈ ട്രംപ് ഇത്രയും കിടന്ന് ഉറഞ്ഞു തുള്ളിയിട്ടും ഇതുവരെ പുട്ടിനൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം. കാരണം ഈ ലോക നേതാക്കളെ അവരുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, അവരെ നമ്മൾ ശരിക്കും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെല്ലാം പ്രവൃത്തി ചെയ്യുന്നതിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ടീം. ട്രംപിനെ പോലെ വാഗൊണ്ടല്ല അവർ ചെയ്യുന്നത് എന്ന് മാത്രമാണ്. ഏതായാലും ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുമോ എന്നുള്ളത്. കാരണം ഈ ട്രംപ് ഇപ്പോൾ ഇത് ചെയ്തത് ഒരുപക്ഷെ റഷ്യക്ക് വീണ്ടും പ്രഷർ കൊടുക്കാനായിരിക്കും. ഇതിനിടയിൽ ഇന്ത്യയെ വിലക്കും, അതായത് ഇന്ത്യക്ക് ഉപരോധം കൊടുക്കും. ഇന്ത്യക്ക് ഉപരോധം കൊടുക്കുക എന്ന് വെച്ചാൽ ഇന്ത്യൻ ഷിപ്പുകൾക്കും ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കുന്ന ഷിപ്പുകൾക്കും ഉപരോധം പ്രഖ്യാപിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്നൊരു വാർത്ത വന്നു. അതിന്റെ പിന്നാലെ വിദഗ്ധന്മാർ, അത് അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധന്മാർ പറയുന്നത് റഷ്യ എടുത്ത് ആ പണി നടക്കില്ല. കാരണം റഷ്യ വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇതിന്റെ അപ്പുറത്തെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും. കാരണം കസാക്കിസ്ഥാൻ വഴിയുള്ള എണ്ണ പൈപ്പ് ലൈൻ ഉണ്ട്. അതിനകത്തു നിന്നുള്ള എണ്ണയും ഗ്യാസും 51% റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എണ്ണയും ഗ്യാസും ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ആ രാജ്യങ്ങളുടെ തലവനായ നാറ്റോയുടെ തലവൻ പറയുന്നു, നിങ്ങൾ എണ്ണ മേടിക്കാൻ നിർത്തണം. അതെന്താ ഇരട്ടത്താപ്പാണ്? അതാണ് ഇന്ത്യ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ഇരട്ടത്താപ്പാണ് ചെയ്യുന്നത്? നിങ്ങൾ 51% റഷ്യയിലെ എണ്ണ മേടിക്കുന്നത് നിങ്ങളുടെ രാജ്യങ്ങളാണ്. അവിടെയാണ് ഞങ്ങൾ കേവലം കുറച്ച് എണ്ണ വാങ്ങുമ്പോൾ നിങ്ങൾ പറയുന്നത് പറ്റില്ല എന്ന് പറയുന്നത്. അതെന്ത് ന്യായമാണെന്നാണ് ചോദിക്കുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ പണ്ട് മുതൽ എനിക്ക് ഇതോടെ ബന്ധപ്പെട്ട ഡൗട്ടല്ല. ഈ റഷ്യയിൽ ഇതിന് മാത്രം എണ്ണശേഖരം ഉണ്ടോ? ഈ സൗദിയിലൊക്കെ എണ്ണശേഖരം ഉണ്ടല്ലോ. സൗദി എന്തോലെ സമ്പന്നമായി. റഷ്യ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു സമ്പത്തിലേക്ക് വരാത്തത്? റഷ്യയുടെ കയ്യിൽ നിന്നാണ് യൂറോപ്പ് ഇത്രയും എണ്ണ മേടിക്കുന്നത്. റഷ്യ പല രാജ്യങ്ങൾക്ക് എണ്ണ കൊടുക്കുന്നു. ഇത്രയും വലിയ എണ്ണപ്പാടങ്ങളൊക്കെ ഉള്ള രാജ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് സൗദി, ഖത്തർ എന്നുള്ള GCC രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണ്. അവർക്ക് പെട്ടെന്ന് സമ്പത്തിലേക്ക് വരാൻ പറ്റി. റഷ്യ എന്തുകൊണ്ടാണ് ഈ ഇത്രയും എണ്ണ ഉണ്ടായിട്ടും അവർക്ക് ഒരു സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ പറ്റാത്തത്? അത് അവിടെ ഈ ഗോർബച്ചേവ് എന്ന് പറഞ്ഞൊരു മഹാനായ ഭരണാധികാരി ഉണ്ടായിരുന്നു അവർക്ക്. അദ്ദേഹം കയറി ഉദാരവൽക്കരണം കൊണ്ടുവന്നു. സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ഗ്ലാസ്നോയ്സ് പെരസ്ട്രോയിക്ക എന്നൊക്കെ പറഞ്ഞ തത്വശാസ്ത്രങ്ങൾ കൊണ്ടുവരികയും ആ രാജ്യം തന്നെ ഛിന്ന ഭിന്നമാവുകയും മുച്ചൂട് മടുകയും ചെയ്തു. റൂബിളുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ റഷ്യൻ ജനത എത്തിച്ച മഹാനാണ് ഗോർബച്ചേവ്. നമുക്കറിയാം അതിനുശേഷം നടന്ന വലിയ പ്രതിഷേധം നടന്ന സമയത്ത് ലെനിന്റെയൊക്കെ പ്രതിമകൾ ജനം തകർത്ത് ഓടയിലൊഴിച്ച സംഭവങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. യൂട്യൂബിലൊക്കെ പലതായും കാണാം. അതിനുശേഷം ഇതെല്ലാം വിഭജിച്ചു പോയി. അവർക്ക് ഉണ്ടായിരുന്ന മുതലുകളും കാര്യങ്ങളും ഒക്കെ ചെച്ചനിയ, കസാക്കിസ്ഥാൻ, താജിസ്ഥാൻ അങ്ങനെയുള്ള ഓരോ രാജ്യങ്ങളായിട്ട് എല്ലാം വീതം വെച്ച്, എന്തിന് യുക്രൈൻ, ഇവരെല്ലാം വീതം മേടിച്ചു പോയി. പിന്നെ ഇവിടെ ഒരു കുടുംബം നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? പിന്നെ ഇന്ത്യ എങ്ങോട്ടാണ് ഇവരുടെ ഇത്രയും അധികം എണ്ണ വാങ്ങാൻ തുടങ്ങുന്നത്? 2022 മുതലാണ്. അതിന്റെ കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ടേഷൻ ലാഭം മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയാണ്. കാരണം നമുക്കത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ഇതുമുണ്ട്. പക്ഷെ നമ്മൾ റഷ്യയുടെ എണ്ണ മേടിക്കുമ്പോൾ നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വാങ്ങുന്ന എണ്ണ ഇവിടെ എത്തിക്കുന്നതിനേക്കാൾ ലാഭത്തിൽ കിട്ടിയാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് 100 രൂപ ചെലവാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു ബാരൽ എണ്ണ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്നും 90 രൂപയ്ക്ക് ഒരു ബാരൽ എണ്ണ ഇന്ത്യയെ കൊണ്ടുവരാൻ പറ്റില്ലേ ലാഭമുള്ളൂ. അപ്പൊ റഷ്യ എന്ത് ചെയ്തു? വലിയ ഡിസ്കൗണ്ട് കൊടുത്തു. 2022 മുതൽ ഉക്രൈനുമായിട്ട് യുദ്ധം തുടങ്ങി റഷ്യ. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ അവർ ഡിസ്കൗണ്ട് കൊടുത്തു. ഈ യൂറോപ്യൻ കൺട്രീസിലുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഈ ജർമ്മനി ഉണ്ടല്ലോ, ജർമ്മനിയുടെ തന്നെ 55% അവരുടെ പാചകവാതക എത്തുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പൊ എന്തു പറ്റി? ഇവരെല്ലാം കുറച്ചു. ആ കുറവ് നികത്താനാണ് റഷ്യ വലിയ രീതിയിൽ ഇന്ത്യക്ക് എണ്ണ കൊടുത്തത്, ഡിസ്കൗണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ റോയിട്ടേഴ്സ് ചെയ്ത വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നിർത്തിയതല്ല, ഡിസ്കൗണ്ട് കുറച്ചപ്പോ ഇന്ത്യൻ കമ്പനികൾ അത് വാങ്ങിച്ചില്ല. അതെല്ലാവരും എല്ലാ കച്ചവടത്തിൽ അങ്ങനെയാണല്ലോ. അതായത് നമുക്ക് ലാഭം കിട്ടിയാലേ മേടിക്കും. അതിപ്പോ ചർച്ച നടക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മേടിക്കും. ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ നിർത്തിയിട്ടില്ല, നിർത്താനും പോകുന്നില്ല. ചില കമ്പനികൾ നിർത്തിയത് ഡിസ്കൗണ്ട്, അവർക്ക് മുതലാകത്തോണ്ടായിരിക്കും അവർ നിർത്തിയത്. ഡിസ്കൗണ്ട് പുനഃസ്ഥാപിച്ച് അവരും വാങ്ങും എന്ന് പറയുകയുണ്ടായി. ഇത് എണ്ണ ഇന്ത്യ വാങ്ങുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അമേരിക്ക ഇനി ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഷിപ്പുകളെ തടയാനുള്ള ശ്രമം നടത്തും. ഇന്ത്യൻ ഷിപ്പുകളെ തടയുക എന്ന് വെച്ചാൽ
സൈനികപരമായി തടയുന്നതല്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടുള്ള എണ്ണ ടാങ്കറുകൾ എനിക്ക് തോന്നുന്നത് 6 എണ്ണമാണെന്നാണ് നമ്മുടെ പരിമിതമായ ഉം, അറിവ്. ഉം. ബാക്കിയെല്ലാം നമ്മൾ ഓരോ കമ്പനികളുടെ ഷിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ എണ്ണ എത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് എണ്ണ എടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എണ്ണ അവിടെ നിന്ന് വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ കസാക്കിസ്ഥാൻ വഴിയുള്ള എണ്ണ പൈപ്പ് ലൈൻ ഉണ്ട്, അത് യൂറോപ്യൻ കൺട്രീസിലേക്കാണ് പോകുന്നത്. അമേരിക്കയുടെ 2 പ്രമുഖരായ അല്ലെങ്കിൽ US-ലെ 2 പ്രമുഖ കമ്പനികളാണ് ഈ എണ്ണ മുഴുവൻ കൊണ്ടുപോകുന്ന 2 കമ്പനികൾ. ഈ കസാക്കിസ്ഥാനിലെ എണ്ണ പൈപ്പ് ലൈൻ പൂട്ടിക്കഴിഞ്ഞാൽ യൂറോപ്പിനെ പ്രതിസന്ധിയിലാക്കാൻ പുട്ടിന് നിഷ്പ്രയാസം കഴിയും. അപ്പൊ ഈ ട്രംപ് ഈ കാണിക്കുന്ന അഭ്യാസമല്ല, അവിടെ തീരും കളി. കാരണം എണ്ണയ്ക്ക് വലിയ പ്രതിസന്ധി. ഇനി പുട്ടിൻ പൂട്ടുകയാണോ തകർക്കുകയാണോ എന്ന് അറിയില്ല. തകർക്കുകയാണെങ്കിൽ അനവധി പൈപ്പ് ലൈനുകളുണ്ട് ഈ പല യൂറോപ്യൻ കൺട്രീസിലേക്കും ഈ സാധനം കയറിപ്പോകുന്നു. ആ പൈപ്പ് ലൈനുകൾ തകർക്കുകയാണെങ്കിൽ അത് വലിയ ദുരന്തമാകും. ഇനി അതല്ലാതെ പൂട്ടുകയാണെങ്കിലും പ്രതിസന്ധിയിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യ ഞങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. കാരണം 2 ദശലക്ഷം ബാരലാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് നമ്മൾ അത്രയും ഇല്ലായിരുന്നു. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയും അവിടുന്ന് വാങ്ങുന്ന ഈ ഓയിൽ തന്നെയാണ്. അപ്പം അതിനെ നിങ്ങൾ തടയിടാൻ ശ്രമിച്ച് തിരിച്ചടി ഭയങ്കരമായിരിക്കും എന്ന് റഷ്യ പറയുന്നതിന്റെ കാരണം ഇതാണ്. റഷ്യ അത് ചെയ്യും. കാരണം ഞാൻ ചോദിച്ചോട്ടെ, ഒരു അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് റഷ്യ. കാരണം അവർക്ക് മുകളിലോട്ട് നോക്കിയ ആകാശവും താഴെ ഭൂമിയേ ഉള്ളൂ. കാരണം സർവ്വതും പോയി, യുദ്ധവും പോയി, പിന്നെയും അവരുടെ മെക്കെട്ട് കയറിക്കൊണ്ട്. കാരണം ഈ യുദ്ധം ഈസി ആയിട്ട് ട്രംപിന് തീർക്കാൻ പറ്റുന്ന ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തെ ഇത്രത്തോളം എനിക്ക് തോന്നുന്നത് ട്രംപ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം ജർമ്മനി, UK അടക്കം, UK-ക്ക് റഷ്യയോട് ഉണ്ടായിരുന്ന പരമ്പരാഗതമായ വൈരാഗ്യവും ജർമ്മനിക്കുണ്ടായ വൈരാഗ്യവും എല്ലാം ഉക്രൈനെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ആ യുദ്ധത്തിലേക്ക് തള്ളിവിടുക മാത്രമല്ല, അവർ പിന്മാറാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരാണ് ഫോഴ്സ് ചെലുത്തിക്കൊണ്ട് നമ്മൾ കണ്ടതാണ്. ട്രംപ് ഈ പിന്നെ സെലൻസ്കിയെ വിളിച്ച് ചർച്ച നടത്തിയപ്പോ സെലൻസ്കി അവിടെ നിന്ന് ഇറങ്ങി നേരെ എങ്ങോട്ടാ പോയത്? പിറ്റേ ദിവസം UK-ലേക്കാ പോയത്. വലിയ സ്വീകരണമാണ് അവിടെ കിട്ടിയത്. അപ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കുറെ അധികം പേര് ഉക്രൈന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് പിന്തുണച്ചല്ലേ കഴിയൂ. ഇവിടെയാണ് ട്രംപ് മലക്കം മറിയുന്നത്. ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കുറെ വിഷയങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. ഗസ പ്രശ്നം ഇവിടെ കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇഷ്യൂസുകൾ കടന്ന് വരികയാണ്. ട്രംപ് 6 യുദ്ധം, അതായത് 6 യുദ്ധമല്ല, ഓരോ മാസവും ഓരോ യുദ്ധം നിർത്തിയ വ്യക്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഓരോ മാസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ മാസവും ഓരോ സ്ഥലത്ത് കുതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് വലുതാക്കുക ഒക്കെയാണ്. ഇന്ന് ലോകം മുഴുവൻ യുദ്ധത്തിന്റെ ഒരു സമാനമായ സാഹചര്യത്തിലാണ്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അമേരിക്കയും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുമെന്ന്. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായും ചൈന തായ്വാനെ നേരെ ആക്രമിക്കും. നമ്മുടെ ബംഗ്ലാദേശിൽ പട്ടാളം ഭരണം പിടിക്കും. ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുനീർ പാകിസ്ഥാന്റെ ഭരണാധികാരിയായി മാറും. ഇസ്രയേൽ ഗസയിൽ അഴിഞ്ഞാട്ടം നടത്തും. ഇനി അത് ഇറാനിലേക്ക് മാറുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൂടി ഇതിനകത്ത് വലിച്ചഴക്കപ്പെടും. അങ്ങനെ ലോകം മുഴുവൻ ആയിട്ടിരിക്കുന്നു. ഇപ്പം പതുങ്ങിയിരിക്കുന്ന കംബോഡിയ, തായ്ലൻഡ്, അത് വേറൊരു വാറായിട്ട് മാറും. അങ്ങനെ സർവത്ര വാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കുമെന്ന് വരുന്നു. പക്ഷെ മുനീർ അവിടെ അധികാരത്തിലേറാമെങ്കിൽ അദ്ദേഹത്തിന് ഈ വീരപുരുഷൻ എന്നുള്ള പരിവേഷത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ ചൊറിയാൻ സാധ്യതയുണ്ട്, വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് ആ ഒരു രീതിയിലേക്ക് യുദ്ധം മാറാൻ സാധ്യതയുണ്ട്. അല്ലാതെ റഷ്യക്ക് പിന്തുണ കൊടുത്തുകൊണ്ടായിരിക്കില്ല, പകരം ഇത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാനുള്ള സാധ്യത കൂടും. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങളെ ഒരേ സമയം നേരിടേണ്ട ഒരു സാഹചര്യം വരും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും. ഇതിന്റെ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മാറുന്ന ഒരു കാഴ്ച ഇതിൽ കാണാൻ കഴിയും. കാരണം ഓരോ രാജ്യങ്ങൾക്കും ഓരോരോ നിലപാടുകളും ഓരോരോ പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങൾ ഇതെല്ലാം അമേരിക്കക്കെതിരെ തിരിയും. കാരണം ഇദ്ദേഹം സമാധാനപ്രിയനാണ്, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം രമ്യത തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് എല്ലാം. കാരണം നമുക്കറിയാം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടെ കടന്നു പോകുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ആ രാജ്യത്തിന് താരിഫ് വർദ്ധിപ്പിക്കല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം അവിടെ വരവില്ല, ചെലവ് ഭയങ്കരമാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ താരിഫ് കൂട്ടുന്നതിന് എതിർപ്പൊന്നുമില്ല. നമ്മുടെ രാജ്യവും കൂട്ടാറുണ്ട്. നമ്മൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ താരിഫ് അടിച്ചു കൊടുക്കാറുണ്ട്. താരിഫ് ഒരു രാജ്യത്തിന്റെ വരുമാനം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു ന്യായം വേണം. ഒരു കച്ചവടം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം വേണം. അതല്ലാതെ ഞങ്ങളുടെ സാധനങ്ങൾക്ക് നിങ്ങൾ താരിഫ് അടിക്കരുത്, ഞങ്ങൾ ഇഷ്ടം പോലെ വിൽക്കും, നിങ്ങൾ വരുന്ന സാധനത്തിലൊക്കെ ഞങ്ങൾ താരിഫ് അടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും കേൾക്കാൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെ ട്രംപിന്റെ തലക്കെട്ട് ഞോടുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിയിരിക്കുന്നത്. ബ്രസീൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മുമ്പ് അവർ അങ്ങനെ പറയുമോന്ന്. ഇപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കേവലം 3% ട്രേഡിങ്ങേ ഉള്ളൂ അമേരിക്കയായിട്ട്, ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് ട്രേഡിങ് നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി റഷ്യയുടെ എണ്ണ അവരെടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ബ്രസീലിൽ നിന്ന് ഞങ്ങൾ എണ്ണ വരാൻ തയ്യാറാണ്. 76,000 ബാരലായിരുന്നു പ്രതിദിനം നമ്മൾ ബ്രസീലിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന എണ്ണ. ഇപ്പൊ അത് 1,76,000 ഇന്ത്യ ഉയർത്തിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളാണ് ഉയർത്തിയത്, 3-4 ദിവസങ്ങളിലാണ് അതിന്റെ പുതിയ കരാർ 1,76,000. അതായത് എന്തെങ്കിലും കാരണവശാലും യുദ്ധമോ കാര്യങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ
നമ്മൾ റഷ്യയുടെ എണ്ണ നമുക്ക് കൊണ്ടുവരാൻ കഴിയാതെ വന്ന ബ്രസീലിൽ നിന്ന് നമുക്ക് ഇറക്കുമതി ചെയ്യാനുള്ള കരാറ് മോദി റെഡിയാക്കിയിട്ടുമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതെന്തിനാ മോദി അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ആ വ്യക്തി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നും 106 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നമ്മൾ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ. ഈ 106 മാറി 110 രൂപ പെട്രോൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഈ AC ഈ റൂമിൽ മൊബൈൽ നോക്കി ന്യായം പറയുന്നവർ കാണത്തില്ല. 106, 107 അല്ല, ആക്ച്വലി പെട്രോളിന് 94 രൂപയേ ഉള്ളൂ. ബാക്കി സംസ്ഥാന സർക്കാരിന്റെ മുടിഞ്ഞ ടാക്സ് ആണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെക്കാട്ടിലും കുറവാണ് കേന്ദ്രം ഇതിൽ നിന്ന് ഈടാക്കുന്ന ടാക്സ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ചോദിച്ചിട്ടാ, ഉത്തർപ്രദേശിൽ എനിക്ക് തോന്നുന്നു ഇന്ന് പെട്രോളിന്റെ വില നോക്കി കഴിഞ്ഞാൽ 95 94 രൂപയേ ഉള്ളൂ. ഡീസലിന് 89 രൂപ എങ്ങനെ എന്തോ ഉള്ളൂ. ഇവിടെയാണ് ഇത്രയും മുടിഞ്ഞ വില ഡീസലിനും പെട്രോളിനും. ഇത്ര വിലക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഭക്ഷ്യക്ഷാമം ഇല്ലല്ലോ, ഇവിടെ മുടിഞ്ഞ വില ഒന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നു എന്നുള്ളത് സംസ്ഥാനത്തിന്റെ കാര്യം, അല്ലാതെ കേന്ദ്രമല്ല. വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ അത് കണ്ടുപിടിച്ചത് പരിഹരിക്കേണ്ടതാണ്. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പെട്രോൾ അടിച്ച് നമ്മൾ സുഖമായിട്ട് പോകുന്നതും ഈ മൊബൈലിൽ കിടന്നിട്ട് നമ്മൾ അഭിപ്രായം പറയുന്നത് മോദിയെ തെറിവിളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഇതിനകത്തൊന്നും പോയി വേണ്ടാത്ത ഏടാകൂടങ്ങൾ തലയിടാത്തത് കൊണ്ടും ബുദ്ധിപൂർവ്വമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നതുകൊണ്ടുമാണ് എണ്ണയ്ക്ക് വില ഉയർന്നിട്ടും പിടിച്ചു. ഇടയ്ക്ക് എണ്ണയ്ക്ക് വില ഉയർന്നിരുന്നു, അതായത് സംഘർഷം രൂക്ഷമായ സമയത്ത്, ഈ അടുത്ത സമയത്ത്. അപ്പോഴൊന്നും ഇവിടെ വില കൂടാതെ എത്രയോ വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു ഈ സ്റ്റഡി ആയിട്ട് തന്നെ. ഇനി ഇതിലും കുറച്ച് തരണം. ഇവര് മുമ്പ് പറഞ്ഞിരുന്ന ഒരു സാധനമുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, കണ്ടില്ലേ, പുതിയ ഇൻഡെക്സ് ഇറങ്ങി. പാകിസ്ഥാനിൽ പെട്രോളിന് 46 രൂപ കണ്ട്, അതിനേക്കാൾ കുറവായിരുന്നു ശ്രീലങ്കയിൽ. പിന്നീടാണ് നമ്മൾ ഇതിന്റെ ഒരു വിഷ്വലൊക്കെ പല വാർത്തയിലും കാണുമ്പോൾ 246 രൂപ ഒരു ചായക്ക് ശ്രീലങ്കയിൽ, മറ്റേ അവിടെ ഒരു അഭ്യന്തര യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത്. പാകിസ്ഥാനിൽ ഒരു ലിറ്റർ പാലിന് 350 രൂപയാണ്. ഇതാണ് നമുക്ക് 2500 രൂപയാണ്. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം ഈ അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹം നോ പ്രൈസ് ആണ് വേണ്ടതെങ്കിൽ അദ്ദേഹം നയപരമായിട്ട് ഇതെല്ലാം ഇടപെടുകയും സമാധാനത്തിൽ പോവുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ, കാരണം പുട്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിന് ഇറങ്ങുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം എന്താണെന്നറിയോ, അവർക്ക് വേറെ വഴിയില്ല മുമ്പോട്ട് പോകാൻ. ഈ ഉപരോധങ്ങളും കാര്യങ്ങളും ഇപ്പൊ തന്നെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ, ഇനിയും ഉപരോധം അവർക്ക് താങ്ങാൻ കഴിയില്ല. ഇനി അവരുടെ കയ്യിൽ എണ്ണയും മറ്റും വാങ്ങുന്ന രാജ്യങ്ങളെക്കുള്ള തടഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് ജീവിതമില്ല. മുമ്പോട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു ശക്തൻ പിന്നെ എന്തായിരിക്കും ചെയ്യുന്നത്? ഒരു ശക്തൻ, എന്റെ കയ്യിൽ എല്ലാ ആയുധങ്ങളും, ഞാൻ ഇച്ചിരി പവറുമാണ്, പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല ജീവിക്കാൻ, മുമ്പോട്ട് ജീവിക്കാൻ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുകയല്ലേ ഉള്ളൂ. അതാണ് പുട്ടിൻ. ട്രംപിന് അങ്ങനല്ല. ഇത് എന്താണ് പറയുന്നത്, എല്ലാം കൂടെ ഒന്ന് ഒന്നിപ്പിച്ച് കൊണ്ടുപോയി നേട്ടം ഉണ്ടാക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം. ഇവർക്ക് നേട്ടം ഉണ്ടാക്കാനല്ല, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഒരിടത്ത് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടവും മറിടത്ത് സാമ്രാജ്യമോഹവുമാണ്. ഈ രണ്ടുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ നട്ടലുയർത്തി ഇന്ത്യയുടെ നിലപാട് പറഞ്ഞിട്ട് ഈ ഭൂപടത്തിൽ നമ്മുടെ ഒരു സ്ഥാനം നരേന്ദ്രമോദി അടയാളപ്പെടുത്തുന്നത്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്നും കാണാൻ കഴിയില്ല. വേറെ ഒരു പ്രധാനമന്ത്രിയാണെങ്കിലും ഇത്ര പച്ചയ്ക്ക് മറുപടി പറയത്തില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ടാണ് ഈ ട്രംപിന്റെ ഇതിനൊന്നും മറുപടി പറയാത്ത ഇദ്ദേഹം ഒന്നും. ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, താരിപ്പൊന്നും കൊണ്ട് വരട്ടാൻ നിൽക്കണ്ട, അതൊന്നും കണ്ട് ഇന്ത്യ കണ്ണ് ചിമ്മത്തിൽ, ഞങ്ങൾക്ക് വേറെ വഴിയുണ്ട്, ട്രേഡിങ്ങും കാര്യങ്ങളും പോട്ടെ, ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഇപ്പൊ വിദഗ്ധന്മാരുടെ കണക്ക് ധനുഷ് നേരത്തെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, പുതിയ സർവേ എന്താണ്, അമേരിക്കത്തിനുള്ള ഒരു കോളേജ് അല്ലെ, ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ സർവകലാശാലയും SBI നമ്മുടെ ബാങ്കും കൂടെ സംയുക്തമായി നടത്തിയ സർവേയിലാണ് പറയുന്നത് അമേരിക്കയിൽ പണപ്പെരുപ്പം ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ. അതെ, ഇന്ത്യയുടെ ചരക്കെത്തില്ലെങ്കിൽ അവിടെയാണ് പണപ്പെരുപ്പം ഉണ്ടാകുന്നത്. കാരണം ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യയുടെ മെഡിസിൻസ് വില കുറവാണ്. അപ്പൊ ആ രോഗികൾ ഇനി എന്ത് ചെയ്യും? വില കൂടിയിട്ടുള്ളവ എവിടുന്നെങ്കിലും വേറെ വാങ്ങി കഴിക്കണം. പാകിസ്ഥാൻ കണ്ടില്ലേ, ഇന്ത്യ എന്നുള്ള മെഡിസിൻസ് ആയിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വില കൂടാൻ തുടങ്ങി. ഇനി അവിടെയുള്ള പേഷ്യൻസിന്റെ, അമേരിക്കയായിരുന്നു ഇന്ത്യ, അവിടെ നിന്നുള്ള പേഷ്യൻസ് ഒക്കെ വന്നിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അടക്കമുള്ള ഹോസ്പിറ്റലിൽ വന്നിട്ട് കുറഞ്ഞ ചെലവിലായിരുന്നു ഹാർട്ടിന്റെയും വൃക്കയുടെയും മറ്റു രോഗങ്ങൾക്കൊക്കെ സർജറിയും ചികിത്സയും ചെയ്തുകൊണ്ടിരുന്നത്. അതിനി പോയിട്ട് ഇനി അവരെവിടെ പോയി ചെയ്യും? ഇപ്പൊ ആ ഒരു അവസരം അഫ്ഗാനികൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്നും കാണാതെ, അന്തവും കുന്തവും കാണാതെ വായി വരുന്ന ഒരു ഇതും കൊടുത്തു കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഈ അമേരിക്കന് വല്ലതും ബാക്കി കാണുമെന്ന് അറിയത്തില്ല. അതിനും മാത്രം ആ രാജ്യത്തെ കുളമാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഒരു തത്വദീക്ഷയില്ലാതെ പഴയ ഒരു മാടമ്പിത്തരം വെച്ചിട്ട് വരട്ടുകയാണ്. വീഴുമോ എന്നറിയാം. വീഴില്ല. അത് തെളിയിച്ചു കൊടുത്താണ് ഇന്ത്യ മുമ്പ്. 65 തെളിയിച്ചു, 88 തെളിയിച്ചു, ചെയ്താ ഒരിക്കൽ കൂടി നമ്മൾ തെളിയിക്കുന്നു, നടക്കില്ല എന്നുള്ളത്. അതാണ്. ഒന്നും വേണ്ട. ഇത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നുണ്ട്, ഒന്നും വേണ്ട, ഒരു കുംഭമേള നടത്തിയാൽ പോലും ഇവിടെ കിട്ടും GDP-യുടെ 2%. അങ്ങനെയുള്ളൊരു രാജ്യമാണിത്. ആ രാജ്യത്തിന് എന്തുമാക്കി കാണിക്കാനാണ്? എന്തായാലും ഇപ്പോ അമേരിക്ക റഷ്യയിലോട്ട് ആണവ അന്തർവാഹിനികൾ അയച്ചു എന്ന് പറയുന്നു. പക്ഷേ റഷ്യ പറയുന്നത്
റഷ്യൻ ആണവ അന്തർവാഹിനികളുടെ എണ്ണം അമേരിക്കയേക്കാൾ വളരെ കൂടുതലാണെന്ന് ഓർക്കണം. അമേരിക്കൻ അന്തർവാഹിനികൾ ഇതിനകം തന്നെ റഷ്യൻ കൺട്രോൾ റൂമിന്റെ റഡാറിലാണ്. റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായിട്ടുള്ള ഡുമയിലെ മുതിർന്ന അംഗമായിട്ടുള്ള വിക്ടർ ഒഡോലാറ്റ്സ്കി ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലോട്ടുള്ളൊരു ഒരു 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 പ്രതിസന്ധിയിലേക്കാണ് ലോകം പോകുന്നത് ഈ ട്രംപിനെ കാരണം. ഇനിയിപ്പോ ഇതെങ്ങനെ മാറുമെന്ന് അറിയാൻ സാധിക്കില്ല. ഇനി ട്രംപ് ചിലപ്പോൾ നാളെ പറഞ്ഞാലായി ഞാനല്ല അന്തർവാഹിനി അയച്ചത് എന്ന് ചിലപ്പോൾ അങ്ങനെ പറയാനുമായി ട്രംപ് അങ്ങനെ ചിലപ്പോൾ പറഞ്ഞേക്കും. എന്തായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.